ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റബ്ബർ ഇപ്പോൾ തെളിച്ചിട്ട് പ്ലാസ്റ്റിക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ റബ്ബർ വെട്ടിയിട്ടുണ്ട്, അതിൻ്റെ പാലെടുത്ത് ഉറയൊഴിച്ച് എങ്ങനെയാണ് ഒരു ഷീറ്റ് ആക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ചാനൽ ആകെ 80 സബ്സ്ക്രൈബർ സംതിങ് ഉള്ളൂ. നമ്മൾ ട്രാവൽ പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൂടുക. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് അപ്പോൾ ആ ഒരു വീഡിയോ എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോൾ കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ മെഷീൻ പെര എന്ന് പറയുന്നത്. മെഷീൻ പെര എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പഴക്കമുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന റബ്ബർ കാട്ടിൽ നിന്നാണ് നമ്മൾ പാലെടുത്തിട്ട് വരുന്നത്. പാലെടുത്ത് വന്ന് ഇവിടെയാണ് നമ്മൾ ഉറയൊഴിക്കുക. ഈ ഷീറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഉറയൊഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പാലൊക്കെ എടുത്തിട്ട് വന്നിട്ട് ബക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ പണി എന്ന് പറയുന്നത്. ആദ്യം നമ്മളൊരു അരിപ്പ എടുക്കണം. ആ അരിപ്പ എടുത്തിട്ട് ഡിഷിൽ വെച്ചിട്ട് അതിനകത്തേക്ക് തന്നെ നമ്മൾ പാല് ഒഴിക്കേണ്ടത്. അത് നല്ല രീതിയിൽ അരിച്ചൊഴിക്കണം. അരിച്ചൊഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള കരടുകളൊക്കെ ഇതിനകത്ത് പെടും. കരടുകളൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് അടിക്കാൻ നേരത്തെ അതൊരു ഉന്തും മൊഴിയായിട്ട് മാറി നിൽക്കും. അതാണ് നമ്മളെപ്പോഴും അരിച്ചൊഴിക്കേണ്ടത്. എല്ലാവരും ഇങ്ങനെ അരിച്ചൊഴിക്കുമെന്ന് അറിയില്ല, എന്നാലും നമ്മൾ മാക്സിമം അരിച്ച് തന്നെ ഒഴിക്കുക. അപ്പോൾ ഡിഷ് എന്തായാലും നമ്മൾ കഴുകാതെ വെക്കരുത്. കാരണം ഡിഷ് കഴുകാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് പാലൊഴിച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും അതിനകത്ത്. പിന്നെ അതിനകത്ത് നിന്നുള്ള ഒട്ടുപാലുകളൊക്കെ നമ്മൾ മാറ്റും. ചെറിയ ഒട്ടുപാലൊക്കെ ചേർത്ത് ഒറ്റ ഒട്ടുപാലം അങ്ങോട്ട് ആക്കും നമ്മൾ. പിന്നെ നമ്മൾ ഒരു കപ്പ് ആണ് ഒഴിക്കുക. ഒരു കപ്പ് ഒരു ഡിഷിൽ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം 2 ലിറ്ററിൻ്റെ ഒരു കപ്പ്. അപ്പോൾ ഒരു കപ്പ് ചില സമയത്ത് നമ്മൾ കുറച്ച് ഒഴിക്കില്ല, 1.25. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിനുണ്ടല്ലോ നല്ല കൊഴുപ്പ് വരും. കൊഴുപ്പ് വരുന്ന സമയത്ത് നമുക്ക് മൊത്തം പാൽ ആവശ്യമില്ല. കാരണം ഷീറ്റിന് ഒരുപാട് കനവും കൂടിയാവും. അപ്പോൾ ഒരുപാട് കനമാകാൻ പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. അപ്പോൾ ഒരു മീഡിയം റേഞ്ചിലാണ് നമ്മൾ എപ്പോഴും ഒഴിക്കേണ്ടത്. പിന്നെ ഈ പാലൊഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്ത് കുറച്ച് ആസിഡ് ഒഴിക്കും. ഫോമിക് ആസിഡ് നമ്മൾ മിക്സ് ചെയ്യും. ആ മിക്സ് ചെയ്ത ആസിഡ് ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഇളക്കും. നല്ല രീതിയിൽ ഇളക്കി മിക്സ് ആക്കിയിട്ടാണ് അത് ഉറക്കാൻ വയ്ക്കുക. പിന്നെ നമ്മളിത് അരിച്ചൊഴിക്കാൻ നേരത്ത് മിക്കവാറും വീഴാറില്ല. കാരണം ചെറിയ ചെറിയ രീതിയിലുള്ള കരടുകൾ അതിനകത്ത് ഉണ്ടാകും. ചിലപ്പോൾ കരടായിരിക്കും, ചിലപ്പോൾ ചെറിയ ഒട്ടുപാലൊക്കെ ആയിരിക്കും. അതായിരിക്കും ഇതിനകത്ത് വീഴാത്തതിൻ്റെ മെയിൻ കാരണം. ഒരു കപ്പ് നമ്മൾ പാലൊഴിച്ചതിന് ശേഷം നമുക്ക് ഒരു കപ്പ് തന്നെ വെള്ളവും ഒഴിക്കാം. ഒരു കപ്പിൽ ചിലപ്പോൾ നമുക്ക് മൊത്തം വെള്ളം ഒഴിക്കേണ്ടി വരില്ല, കാരണം പാലിൻ്റെ കൊഴുപ്പ് നോക്കിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുകയുള്ളൂ. സുഹൃത്തുക്കളെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷീറ്റ് ഉറയൊഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷീറ്റ് അടിക്കുന്ന മെഷീനത്തെ വെച്ച് കറക്കിയിട്ടാണ് ഷീറ്റ് പ്രോസസ്സ് ചെയ്ത് എടുക്കുക. സംഭവം ഇത്തിരി പാട് പിടിച്ച പണിയാണെങ്കിലും ഇത് നമ്മൾ കർഷകരെല്ലാവരും ഇതേപോലെ തന്നെയായിരിക്കും ചെയ്യുക. കാരണം എല്ലാവർക്കും ഇതേപോലെ പ്രോസസ്സ് ചെയ്താൽ മാത്രമാണ് ഷീറ്റ് പുറത്തു വരുള്ളൂ. ഇതാണ് ആദ്യത്തെ മിഷൻ. ഈ മിഷീനത്തെ വെച്ച് നമ്മൾ 3 വട്ടം കറക്കണം. അതായത് സ്ട്രെയിറ്റ് ആയിട്ടും വൈഡായിട്ടും നമ്മൾ ഇതിനകത്ത് അടിച്ചിരിക്കണം ആദ്യം. അതിന് ശേഷം നമ്മൾ ഇതിനകത്താണ് അടിക്കുക. ഇതാണ് അച്ച്. ഈ അച്ച് ചെല്ലുമ്പോഴാണ് ശരിക്കും ഷീറ്റിൻ്റെ ആ ഒരു വരയൊക്കെ വീഴുന്നത്. ഇതാണ് ആ സംഭവം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ കണ്ടവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.